ട്രിപ്പിൾ ഡെക്കർ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അതിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള അഖിൽ ശ്രീകുമാരനാണ്. ഹായ് ചേട്ടാ, സ്വാഗതം. ഹായ്. മലയാള സിനിമയിൽ നായകവേഷം ചെയ്യാന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. സോ ആ ഒരു സ്വപ്നം കൈവരിച്ച ചേട്ടന് ആദ്യം തന്നെ എൻ്റെ വക ഒരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചേട്ടൻ നായകനായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയല്ലേ ഇത്? അതെ, നായകനായിട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഇതിന് മുന്നേ ചെറിയ ചെറിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വഴിയൊക്കെ നമ്മുടെ ചെറിയ ചെറിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, 1-2 സിനിമകൾ. ട്രിപ്പിൾ ഡെക്കറിൽ നായകനായിട്ട് അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മൾ ഇതിനു മുന്നേ സിനിമകൾ ചെയ്യുന്ന സമയത്തും വളരെ കുഞ്ഞു കുഞ്ഞു റോളുകളാണ്. അപ്പോൾ അതിനു മുന്നേ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ്, മ്യൂസിക്കൽ വീഡിയോ, ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഒറ്റ ലൊക്കേഷൻസ്, ചെറിയ ചെറിയ സീക്വൻസ്, കുറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നു, പല പല ദിവസങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ ഒരുപാട് ദിവസം ഇവരെല്ലാവരും നമ്മുടെ ഉണ്ടാവുന്നു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുമ്പോൾ 1-2 ദിവസം ഷൂട്ട് വെച്ചിട്ട് അതങ്ങ് പോവും, അത് കഴിയും. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ലോങ് ജേണി ആയിരുന്നു. ഏകദേശം ഒരു 6-7 മാസത്തോളം തന്നെ ഷൂട്ട് മാത്രം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ട്രിപ്പിൾ ഡെക്കറിലേക്ക് എത്തിപ്പെട്ടത്? ട്രിപ്പിൾ ഡെക്കറിലേക്ക് എത്തിപ്പെട്ടത് നമ്മൾ ഈ സിനിമകളും ഷോർട്ട് ഫിലിംസുകളൊന്നും ഒന്നും എപ്പോഴും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലോൺലിനെസ് അടിച്ച് ഫീൽ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ സുഹൃത്തുക്കളടുത്ത് തന്നെ പറയടാ, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലൊക്കെ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ BA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഒരുമിച്ച് പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള അവൻ വഴിയാണ്. അദ്ദേഹം ഇതിനകത്തൊരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹം ഇതുവഴി പറയുണ്ടായി, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു ചെറിയൊരു കഥ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കൃഷ്ണനുണ്ണി എന്ന് പറഞ്ഞൊരു പയ്യൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് നോക്ക്, കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി, ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പം എന്തായാലും കുഴപ്പമില്ല, എൻ്റെ നമ്പർ എന്തായാലും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അവൻ ഇങ്ങനെ പറഞ്ഞില്ല, നായക നടനാണെന്നൊന്നും ആദ്യമൊന്നും പറഞ്ഞൊന്നുമില്ല, ജസ്റ്റ് കഥ കേട്ട് നോക്ക്, എന്തെങ്കിലും വർക്ക് പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൃഷ്ണനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഈ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പം ആക്സിസ് ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരുന്നു, RO ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പം സംസാരിച്ചു. അപ്പോൾ കഥ കേട്ടപ്പം നല്ല രസമുള്ള കഥ. അത് കൃഷ്ണ പൂജപ്പുരയാണ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. കൃഷ്ണ പൂജപ്പുര സാറാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. സോ ഇങ്ങനെ കൃഷ്ണ പൂജപ്പുരയാണ് റൈറ്റർ എന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എന്താണ് ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയത്? ഭയങ്കര ഒരു ശരിക്കും വണ്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മൾ ഈ ജയസൂര്യ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ, നമ്മൾ സജി സുരേന്ദ്ര സാർ ചെയ്തിട്ടുള്ള, കൃഷ്ണ പൂജപ്പുര സാറും കൂടെ ചെയ്തിട്ടുള്ള സിനിമകൾ, ജയസൂര്യ തന്നെ ഈ ഒരു രീതിയിലോട്ട് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഇവർ വിവാഹിതരായാൽ, ഹാപ്പി ഹസ്ബൻഡ്സ് ഇൻ ഗോവ, കുഞ്ഞിലേൻ, അതുപോലെ ജനപ്രിയൻ, ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്ത സമയത്ത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, ആ കഥയിൽ അഭിനയിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്, വണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് സ്ക്രിപ്റ്റ് ആരെയാണെന്നുള്ള രീതിയിലൊന്നൊരു ചെറിയ ഹിൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃഷ്ണനുണ്ണി അത് തന്നെ പറയുമ്പോൾ ആയിരുന്നു കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു വണ്ടറായി. അപ്പോൾ കൃഷ്ണനുണ്ണി തുടർന്ന് ചോദിച്ചു, കൃഷ്ണനുണ്ണി ഈ കഥ എങ്ങനെയാണ്, എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ള രീതി സംസാരിച്ച സമയത്ത്, ആ ബഡ്ജറ്റ് പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ ആ ബഡ്ജറ്റിൽ നിന്ന് അത് ഈ കഥ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡൗട്ട് ക്ലിയർ ചെയ്തത് ആദിനാണ്. കാരണം ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുന്നേ 10,000 രൂപയ്ക്ക് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് നമ്മുടെ തമിഴ്നാട് സ്റ്റിഫ് എന്ന് പറഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ അതിന് അവാർഡ് ഉണ്ടായിരുന്നു. മികച്ച തിരക്കഥാകൃത്തിന് കൃഷ്ണനുണ്ണിക്ക് തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ 10,000 രൂപയ്ക്ക് ഒരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യും, അതൊരു വിശ്വാസമാണ്. അവൻ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തത് എങ്ങനെ ഇരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിനക്ക് നായക നടനായിട്ടാണ് നീ അഭിനയിക്കുന്നത്, അപ്പോൾ ഈ സിനിമ കംപ്ലീറ്റ് ആവും. അപ്പം ഞാനത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല, പെട്ടെന്നൊരു നായകനായിട്ടൊന്നും ആരും വിളിക്കൂല. അപ്പോൾ അയാൾ നമ്മളിൽ വയ്ക്കുന്ന ഒരു വിശ്വാസം. ഇപ്പോൾ കൃഷ്ണ പൂജപ്പുര സാർ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്ത സമയത്ത് കൃഷ്ണ പൂജ സാറും ഓക്കെ പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ഈ ട്രിപ്പിൾ ഡെക്കറിൽ. ചേട്ടാ, ഇപ്പോൾ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് അവർ അഭിനയിക്കുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം, എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കും അത്. സോ ഈ ട്രിപ്പിൾ ഡെക്കർ സിനിമയിൽ തിയേറ്ററിലല്ലാതെ OTTയിൽ റിലീസ് ചെയ്തതിൽ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വിഷമമായിട്ടൊന്നും തോന്നിയില്ല. കാരണം സിനിമയിൽ നായകനായി അഭിനയിക്കുന്നു, ആദ്യ സിനിമയിൽ നായകനായി തന്നെ മുഴുനീള നായകനായിട്ട് അഭിനയിക്കാൻ പറ്റുന്നൊരു സന്തോഷമാണ് ഏറ്റവും വലുത്. അത് ചെയ്തു. അപ്പം സിനിമ എവിടെയാണ് റിലീസായി ഇറങ്ങാതിരുന്നില്ലല്ലോ ഈ സിനിമ, അതുകൊണ്ട് സിനിമ റിലീസായി. അപ്പോൾ അത് OTTയിലാണ് വരുന്നത്. മനോരമ മാക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം എന്ന് പറയുന്ന വീഡിയോ വരുന്നു, അവിടെ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് സിനിമ.
അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തരാണ്. അപ്പം തിയേറ്ററിൽ ഞങ്ങൾ ഇതിനു മുന്നേ എൻ്റെ ചെറിയ ഷോർട്ട് ഫിലിംസുകളൊക്കെ തിയേറ്ററിൽ ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്ന ഷോർട്ട് ഫിലിം ഇനിയാണ് പ്രണയം ഷോർട്ട് ഫിലിം, അതുപോലെ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ജയലക്ഷ്മി ഷോർട്ട് ഫിലിം, അങ്ങനെ കുറേ ഷോർട്ട് ഫിലിംസൊക്കെ തിയേറ്ററിൽ എന്നെ കണ്ടിട്ടുള്ള വിഷ്വലൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ ഭയങ്കര സന്തോഷം നൽകിയ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എന്നെ തിയേറ്ററിൽ കാണാതിരുന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷം അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ സിനിമ ഇറങ്ങിയതിൻ്റെ വലിയ സന്തോഷം കൂടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു വിഷമത്തിൻ്റെ ഒരു തരി പോലും ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ഒരുപാട് ഓഡീഷൻസിന് ഇതിന് മുന്നേ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് ഓഡീഷൻ ചെയ്തിട്ടാണ് ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ആദ്യത്തെ ഓഡീഷനെ പറ്റി എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ ആദ്യം പോയത്? ഉണ്ട്, ഓർമ്മയുണ്ട്. ആദ്യത്തെ ഓഡീഷൻ ഞാൻ 2011 അറ്റൻഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ബാല്യകാല സഖി എന്ന് പറയുന്ന ഒരു സിനിമയാണ്, നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ. അതിനകത്ത് ഞാൻ ഓഡീഷന് പോയി ട്രിവാൻഡ്രത്തായിരുന്നു ഓഡീഷൻ. അതിന് സെലക്ട് ആവുന്നു. അത് പിന്നെ എറണാകുളത്ത് ഓഡീഷൻ വെക്കുന്നു, അത് സെലക്ട് ആവുന്നു. പിന്നെ നമ്മൾ സിനിമയാണ്, അപ്പം നമുക്കത് സംഭവിക്കുന്നതാണ്. അപ്പം അത് അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ അത് വീണ്ടും നമ്മൾ അന്ന് അങ്ങനെ വിഷമമായിട്ടൊന്നും ഇരുന്നൊന്നുമില്ല. അന്ന് അടുത്ത പരിപാടി ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കലോത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കലോത്സവത്തിൽ അഭിനയിക്കുന്നു, മോണോ ആക്ട് ചെയ്യുന്നുണ്ട്, നാടകം ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സുഹൃത്തുക്കളോടൊപ്പം ഉള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിഷമങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് വീണ്ടും അടുത്ത ഓഡീഷൻ അറ്റൻഡ് ചെയ്യുക അത്ര. കൂടെ അഭിനയിച്ചവരെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നായികയായിട്ട് അഭിനയിച്ച വൈഷ്ണവി, ഗൗരി, അവരെ പറ്റിയൊക്കെ എന്താണ്, അവരോടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അവർ പുതുമുഖങ്ങളാണെങ്കിലും ഒരിക്കലും ഒരു പുതുമുഖങ്ങളാവുന്ന രീതിയിലല്ല അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അവർ നമ്മളോട് തരുന്ന സപ്പോർട്ടും അതുപോലെയാണ്. എല്ലാ കാര്യങ്ങളും ഓരോ സീനാണെങ്കിലും എനിക്ക് എന്നും അയച്ചു തരും. വൈഷ്ണവിയാണ് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം എനിക്ക് കുട്ടി അയച്ചു തരും. എനിക്കിങ്ങനെ ഓരോ സീനുകളും അയച്ചു തരും. നമുക്ക് പ്രിപ്പയർ ചെയ്യും, നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യും. പിന്നെ എൻ്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യും, നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഗൗരി ആയാലും ഓരോ സീൻ അഭിനയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, എപ്പോഴും ഇവരൊക്കെ ഉണ്ടാവും ഓരോ സീന്. അപ്പോൾ ആ കുട്ടിക്ക് അഭിനയിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സീനിൽ വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത് മാക്സിമം പറയും ഇങ്ങനെ ചെയ്യുന്നതെന്നായിരിക്കും, ഇത് കുറച്ചുകൂടെ ഈ ഒരു ചെറിയ രീതിയിൽ ചെയ്തതെന്നായിരിക്കും എന്നൊക്കെ ഉള്ള സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ആയിരിക്കും. നമ്മൾ അവരുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ആക്ടർ എന്നുള്ള രീതിയിലല്ലോ നമ്മൾ അവരോട് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ അവിടെ. മാത്രമല്ല ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ ചെയ്ത് തീർത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇത്രയും ഒരു സിനിമ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? അത് ശരിക്കും ഇതിൻ്റെ ഡയറക്ടർ കൃഷ്ണൻ ഉണ്ണിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് എല്ലാവരുടെ അടുത്തും ഇത് സംസാരിക്കണമല്ലോ. ഇത് ഈ ബഡ്ജറ്റാണ്, അപ്പം നിങ്ങളുടെ അവൈലബിലിറ്റി ആയിട്ടുള്ള സമയങ്ങളുണ്ട്. അവരുടെ സമയങ്ങൾക്കേ പറ്റുള്ളൂ ഇത്. അപ്പം അത് ഇതിനകത്തോട്ട് സംസാരിച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി കൃഷ്ണൻ ഉണ്ണി എടുത്തിട്ട് എഫേർട്ട് ഉണ്ട്. അത് ഭയങ്കര വലിയ എഫേർട്ടാണ്. അത് വേറെ ആരും സംസാരിച്ചാൽ പറ്റില്ല, അത് കൃഷ്ണൻ ഉണ്ണി തന്നെ സംസാരിക്കണം. അപ്പോൾ അത് സംസാരിച്ച സമയത്ത് ആദിനാണെങ്കിലും മിഥുനാണെങ്കിലും ആദിൻ 2 സിനിമാറ്റോഗ്രാഫറാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദിനും മിഥുൻ മോഹൻ. കൃഷ്ണനുണ്ണിനകത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളാണ് അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും ബഡ്ജറ്റേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരുടെ അടുത്ത് വീണ്ടും സംസാരിക്കാൻ വേണ്ടി പോകണം. ഈ എഡിറ്റിംഗ് ആണെങ്കിലും കൃഷ്ണനുണ്ണിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പം കളറിങ് ആണെങ്കിലും അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജയസ് എന്ന് പറഞ്ഞ നമ്മുടെ ഗോകുലാണ് ഇതിനകത്ത് ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം സുഹൃത്തുക്കളാണ്, ഇവരെ സുഹൃത്ത് വലയങ്ങളിൽ കൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അടുത്തെല്ലാം സംസാരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വരുന്ന സപ്പോർട്ടുണ്ട്. മിഥുനാണെങ്കിലും ആദിനാണെങ്കിലും ബ്രഹ്മദത്തനാണെങ്കിലും ജയസ് ഗോകുലാണെങ്കിലും എല്ലാവരും ചെയ്യുന്ന സപ്പോർട്ടാണ്. അത് ഭയങ്കര ഒരു വലിയൊരു ഇതാണ്. അപ്പോൾ ആ രീതിയിലാണ് അവർ തരുന്നതും കൂടെ ഉള്ള സപ്പോർട്ട് കൃഷ്ണനുണ്ണിക്ക് ഭയങ്കര ഒരു കരുത്താണ്. ആ കരുത്തിൽ നിന്നും കൃഷ്ണനുണ്ണി ഇതെല്ലാവരെയും ഇത് കാണിക്കണമല്ലോ. ഇതെല്ലാവരും സഹായിച്ചാൽ മാത്രം പോരാ, ഇത് നിന്ന് കാണിക്കണം. ഇതിലോട്ട് എത്തണം, ഈ സിനിമ പൂർത്തിയാവണം. അപ്പോൾ അത് ഇവരെല്ലാം വർക്ക് ചെയ്ത് കൊടുത്താലും ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഈ സിനിമ ഒരുപാട് വട്ടം കാണും. 1000 തവണയെങ്കിലും ചിലപ്പോൾ കാണേണ്ട അവസ്ഥ വരും. അപ്പം അതെല്ലാം ഇരുന്ന് കണ്ട് അതിനെ ചില സമയത്ത് തന്നെ പല കാര്യങ്ങളും അതിനകത്ത് എനിക്ക് തന്നെ വളരെ വേണ്ട എന്ന് തോന്നിപ്പോയ പല ഷോട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ആ കൂടെ അഭിനയിച്ച അവരെ തന്നെ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ചെറിയ ഇമോഷനാണെങ്കിലും അത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരിതുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ. കാരണം ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ പണ്ട് മുതലേ ഞാൻ ഈ സ്കൂളിൽ പോകാനൊക്കെ ഈ കള്ളത്തരം അടിച്ച് കിടക്കുന്ന എല്ലാവരും കുഞ്ഞിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ വീട്ടിൽ അങ്ങനെ വെറുതെ ചുമ്മാ പനിയാണെന്നൊക്കെ പറഞ്ഞ് അടിച്ച് കിടക്കും. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾക്ക് അമ്മൂമ്മ ഇങ്ങനെ ചന്തയിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഉച്ചയ്ക്ക് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിനിമ ഓണാക്കിയിടും. നസീറിൻ്റെയും ജയൻ്റെയൊക്കെ സിനിമകൾ, മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ ടി വിയിൽ വരുന്ന സിനിമകളൊക്കെ ഇങ്ങനെ അമ്മൂമ്മ കാണും. അപ്പം ഞാനും അവിടെ ഇങ്ങനെ ഈ സിനിമ കാണാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോകാതെ കള്ളടിച്ച് കിടക്കും.
അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മയെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുമ്പോൾ അമ്മൂമ്മയാണ് ഈ സിനിമ എൻ്റെ മനസ്സിലോട്ട് ആക്കിയത്. അമ്മൂമ്മയ്ക്ക് അഭിനയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പല റീൽസുകളൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അമ്മൂമ്മയൊക്കെ. അപ്പം അമ്മൂമ്മയെ കുറിച്ച് ഇങ്ങനെ കൃഷ്ണനുണ്ണി ഇങ്ങനെ അറിഞ്ഞു. എപ്പോഴും നമ്മുടെ വീട്ടിൽ അമ്മൂമ്മയുടെ ഒരു സീൻ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു ചെറിയൊരു ഷോട്ട് അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ ചെയ്ത ഷോട്ട് ആ സമയത്ത് പെട്ടെന്നൊന്ന് എടുക്കേണ്ടതായിരുന്നു. വേറെ ലൊക്കേഷനുകൾ പോകുന്നതിനനുസരിച്ച് ഇവിടെ കൂടെ ഒന്ന് എടുത്തിട്ട് പോയതാ. അപ്പോൾ സമയത്തിൻ്റെ പരിമിതികൾ. പക്ഷേ ആ ഷോട്ടിൽ ലൈറ്റിൻ്റെ എക്സ്പോഷർ കൂടിയിട്ടുണ്ട്. പക്ഷേ ചെറിയ ഗ്രെയിൻസുകളുണ്ട്. പക്ഷേ എന്നാലും ആ ഷോട്ട് കൃഷ്ണനുണ്ണിക്ക് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. പക്ഷേ ആ ഷോട്ട് ഉൾപ്പെടുത്തിയത് അമ്മൂമ്മയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അത് കാണുന്ന സമയത്ത് അതിൽ ഗ്രെയിൻസും എക്സ്പോഷറും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് അവനെ അതൊന്നും ബാധിക്കില്ല എന്നുള്ളൊരു തീരുമാനമുണ്ട് അവൻ്റെ. പക്ഷെ സിനിമയെ കാണുന്നുള്ളവർക്ക് അത് എന്താണ് ഇങ്ങനത്തെ ഷോട്ടൊക്കെ എന്തിനാണ് ഉൾപ്പെടുത്തിയെന്നൊക്കെ ചോദിക്കാം. പക്ഷെ അവൻ്റെ മനസ്സിൽ അതിന് ഉത്തരവുണ്ട്, അതിനൊരു ഫീലിങ്സും. അതാണ് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവൻ ഒരു വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയത്. അത് വേണ്ട ഒഴിവാക്കുക എന്നുള്ള ഷോട്ടായിരുന്നു. പക്ഷെ അത് ഉൾപ്പെടുത്തിയത് അതൊരിക്കലും മറക്കാനും കഴിയില്ല. അത് എനിക്ക് എവിടെയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല റിസ്കുകളും എടുത്തിട്ടുണ്ട്. ഇമോഷണലി ഭയങ്കര ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണനുണ്ണി. അത് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വെളിയിൽ വന്നതെന്ന് എനിക്ക് തോന്നണം. ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിലിം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് തലമുറകൾ, ഒരു പുതിയ തലമുറകളായ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരോടൊക്കെ എന്താണ് ഇനി ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിലിം എടുക്കാൻ ആഗ്രഹിക്കുന്നിടത്തൊക്കെ എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉള്ളത്, കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് അങ്ങ് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാത്തിനും ഇന്നത് വെച്ച് വേണം, ഇന്ന രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യണം, വലിയ രീതി വേണം, അതായത് വലിയ ക്യാമറ വേണം, അല്ലെങ്കിൽ വലിയ എക്യുപ്മെൻറ്റ്സ് വേണം, ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ വേണം, സിനിമ വലിയ ക്യാൻവാസ് ആയി വരണം എന്നുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ മൊബൈലാണെങ്കിലും മൊബൈലിൽ അത് എടുക്കാനുള്ള ഒരു തീരുമാനം അതാണ് വേണ്ടത്. അതിനെ ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ഞാൻ തന്നെ പണ്ട് ഈ റീൽസുകളൊക്കെ എടുക്കാനൊക്കെ ഉള്ളൊരു മടിയുണ്ട് നമുക്ക്. എന്നാലും നമ്മൾ എടുക്കും. അത് വെറുതെ ചുമ്മാ അങ്ങ് എടുക്കുക. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അതൊരു ഉദാഹരണമാണ്. അവരെന്തെങ്കിലും കൊണ്ടെങ്കിൽ ചെറിയൊരു കണ്ടന്റ് ആണെങ്കിൽ എവിടെയെങ്കിലും പോയി തന്നെ ഒരു 5-10 കണ്ടന്റ് എടുക്കും. അതൊക്കെ നമുക്കൊരു ഊർജ്ജമാണ്. ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മളവർ പ്രചോദിപ്പിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചുമ്മാ ഇരിക്കാൻ തോന്നില്ല. നമുക്കും കൂടെ ഭയങ്കര ഇതാണ്. അവന്മാരൊക്കെ തന്നെയാണ് എൻ്റെ ഈ ധൈര്യം. ഓക്കെ. ഈ ഒരു സ്റ്റേജിൽ എത്തുന്നവരെ ഒരുപാട് ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഷോർട്ട് ഫിലിംസ്, അതുപോലെ വെബ് സീരീസ്, അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്കൽ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായ നിജു, അതുപോലെ തന്നെ അച്ചു, അർജുൻ, അതുപോലെ ജൈത്രൻ, ആദിൻ, ഇവരൊക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. അപ്പോൾ അവരൊക്കെ നമുക്ക് തരുന്ന ഒരു ഊർജ്ജം, അതിനകത്തോട്ട് നിൽക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉള്ള അവരാണ് ധൈര്യം ശരിക്കും പറഞ്ഞു. അവരാണല്ലേ തുടക്കം തൊട്ടും? അതെ, എപ്പോഴും നമ്മളിവിടെ ഉള്ളത്. കാരണം വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും, ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോഴാണെങ്കിലും, വെബ് സീരീസ് ചെയ്യുമ്പോഴാണെങ്കിലും, നമ്മൾ സിനിമയുടെ സ്ക്രിപ്റ്റുകളൊക്കെ 1-2 സ്ക്രിപ്റ്റുകൾ ഓൾറെഡി നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ വേറൊരെണ്ണം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, നിജു ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഈ സിനിമയുടെ മോഹം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് സ്വപ്നമാണല്ലോ നമുക്കത്. എപ്പോഴെല്ലാവർക്കും സിനിമ എന്ന് പറയുന്ന സ്വപ്നമാണ്. അപ്പോൾ അതിൻ്റെ മുന്നോട്ടും ഇനി അതിനോട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. ഓക്കെ ചേട്ടാ, അപ്പോൾ ഇത്രയും നേരം ട്രിപ്പിൾ ഡെക്കറിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി. എല്ലാവരും ഈ സിനിമ കാണുക. ഇത് ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും സ്ട്രീമിംഗ് ആണ്. ആൻഡ് സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരു ഫ്യൂവൽ ആയിരിക്കും. സോ താങ്ക് യു.